കാസർഗോഡ് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വീട്ടമ്മയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂരിൽ ഒരു വീട് പൂർണ്ണമായും 11 വീടുകൾ ഭാഗികമായും തകർന്നു. എറണാകുളം ഏലൂരിൽ ആൽമരത്തിന്റെ ചില്ലയൊടിഞ്ഞു വീണ് വിദ്യാർത്ഥിയടക്കം 2 പേർക്ക് പരിക്കേറ്റു. കാസർഗോഡ് കുടിലൂർ സ്വദേശി ഭവാനിയാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. ഇന്നലെയാണ് ഭവാനിയെ മധുവാഹിനിപ്പുഴയിൽപ്പെട്ട് കാണാതായത്. കനത്ത മഴയിൽ തൃശൂർ ജില്ലയിൽ ഒരു വീട് പൂർണ്ണമായും 11 വീടുകൾ ഭാഗികമായും തകർന്നു. കുന്നംകുളത്ത് കോലടിപ്പറമ്പിൽ വിജീഷിന്റെ വീടാണ് പൂർണ്ണമായും തകർന്നത്. ചുവരുകൾ തകരുന്ന ശബ്ദം കേട്ട് കുടുംബം പുറത്തേക്കോടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. തെക്കുകരയിൽ വീടിന് മുകളിൽ മരം വീണു. എറണാകുളം ഏലൂരിൽ ആൽമരത്തിന്റെ ചില്ല ഒടിഞ്ഞു വീണ് വിദ്യാർത്ഥിയടക്കം 2 പേർക്ക് പരിക്ക്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ എടക്കോമിൽ 5 പശുക്കൾ ചത്തു. ചെറുവക്കോടൻ ശ്യാമളയുടെ പശുക്കളാണ് ചത്തത്. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈൻ തകരഷീറ്റിൽ തട്ടിയാണ് അപകടം. ചെറുകുന്ന് സ്കൂളിൽ വെള്ളം കയറി. കോഴിക്കോട് കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ജീപ്പ് അപകടത്തിൽപ്പെട്ട ഒരു പോലീസുകാരന്റെ പരിക്കേറ്റു. റോഡിലെ വെള്ളക്കെട്ടിലൂടെ ഓടുന്നതിനിടെ നിയന്ത്രണം വിട്ട ജീപ്പ് വൈദ്യുതി തൂണിൽ ഇടിക്കുകയായിരുന്നു. വയനാട് താമരശ്ശേരി ചുരത്തിൽ ഭീഷണിയായി നിന്ന മരം മുറിച്ചു മാറ്റി. ശക്തമായ മഴയിൽ കോഴിക്കോട് വളയത്ത് കിണർ താഴ്ന്നു. വളയം സ്വദേശി ബാലന്റെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത്. തിരുവനന്തപുരം നെടുമങ്ങാട് പാലോട് റോഡിൽ തെങ്ങ് കടപുഴുകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.